പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്. സമരത്തിനെത്തിയവരുടെ കൈകളിൽ കൊടിയല്ല കല്ലും വടിയുമാണ് ഉണ്ടായിരുന്നതെന്നും പേരാമ്പ്രയിൽ സമാധാന അന്തരീക്ഷം വേണമെന്നും LDF നേതാക്കൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. റിപ്പോർട്ട് കാണാം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി ശ്രീനിധി ചേരും. പേരാമ്പ്രയിൽ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്നും ഷാഫി പറമ്പിൽ MP സംഘർഷത്തിന് നേതൃത്വം നൽകിയതായും LDF നേതാക്കൾ വ്യക്തമാക്കി. സംഘർഷത്തിന് അയവ് വരുത്താൻ ഇടപെടേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല. പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ കയ്യേറ്റം നടത്തിയ സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം അതിനെ സമാധാനിപ്പിക്കാനും അതിൽ ഖേദം രേഖപ്പെടുത്താനും ബാധ്യതപ്പെട്ട ഒരു വലിയ ജനപ്രതിനിധി, അദ്ദേഹം MP UDFന്റെ MP അല്ല, MP ഈ ജില്ലയുടെ പകുതി ഭാഗം പ്രതിനിധാനം ചെയ്യുന്ന വടകര MP-യാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ ബന്ധപ്പെട്ട് സംസാരിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം വരുന്നത് വരെ UDF പ്രവർത്തകർ അനങ്ങാതിരിക്കുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ ഈ കയ്യേറ്റവും പോലീസിന് നേരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയത്. രാഷ്ട്രീയ നാടകം കണ്ട് പരിചിതമല്ലാത്ത കോഴിക്കോട് വന്ന് ഷാഫി പറമ്പിൽ നാടകം കളിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി മെമ്പറെ പോലെയാണ് ഷാഫി പെരുമാറുന്നതെന്നും CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ് വ്യക്തമാക്കി. ഇപ്പോഴും അദ്ദേഹം ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ യൂണിറ്റ് പ്രസിഡന്റാണ് എന്ന ധാരണയിലാണ് അദ്ദേഹം ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആസൂത്രിതമായി രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തേതാണ്. ഇതൊന്നും കോഴിക്കോടും വടകരയും പേരാമ്പ്രയും ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഈ മാസം 14-ന് പേരാമ്പ്രയിൽ പൊതുയോഗം സംഘടിപ്പിക്കുമെന്നും LDF നേതാക്കൾ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.